നെതന്യാഹുവിനോട് ഈ അധികാരം മനുഷ്യരൂപം കൊണ്ട് ചെങ്കോലും കിരീടവുമായി രാക്ഷസ രൂപം കണ്ട ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ഐക്യരാഷ്ട്രസഭയുടെ ചേംബറിലിരുന്ന് ബെഞ്ചമിൻ നെതന്യാഹു നരഭോജിയാണെന്ന് കൊളംബിയൻ പ്രസിഡന്റ് പ്രസംഗിക്കുമ്പോ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചതാരെന്നറിയോ? അറബ് ഭരണാധികാരികളല്ല, ബ്രസീലിന്റെ ഭരണാധികാരിയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഫലസ്തീൻ മക്കൾ ഈ ലോകത്ത് തിരിച്ചിട്ട് വിജയത്തിന്റെ ചരിത്രകാര പുലർത്തുക തന്നെ ചെയ്യും. കാരണം അവരെന്തിനുവേണ്ടിയാണ് പോരാടുന്നത്? മൈമൂന റളിയല്ലാഹു തആല ഒരു ദിവസം ചോദിക്കുന്നുണ്ട്, യാ നബിയെ, ഖുദ്സി ബൈത്തുൽ മുഖദ്ദസിന്റെ പ്രത്യേകത എന്താ? ബൈത്തുൽ മുഖദ്ദസിന്റെ പ്രത്യേകത എന്താണ് മുസ്ലിമേ? ശപിക്കപ്പെട്ട നിഷ്ക്രിയത്വത്തിന്റെ ഇരുണ്ട തുരുത്തുകളിലെ ചിന്താശേഷി പണയപ്പെടുത്തി പോയ ഗസയിലെയും ഫലസ്തീനിലെയും മക്കളിരുന്നിട്ട് അവരുടെ ശരീരത്തിലേക്ക് ബോംബുകൾ തുളച്ചു കയറുമ്പോ, ഫലസ്തീനിലെ നമ്മുടെ കുഞ്ഞുമക്കളുടെ മസ്തിഷ്കം പിടയുമ്പോ, കോഴിക്കോട് ബീച്ചിലിരുന്ന് കൊക്കോ കോളയും പെപ്സിയും മക്ഡൊണാൾഡും നിന്ന് ഇസ്രയേലിന്റെ ജാരസന്താനത്തിന് മുലപ്പാല് കൊടുക്കുന്ന യുവതയോട് ചോദിക്കുകയാ, സഹോദരാ സഹോദരി, എന്താ ഖുദ്സിന്റെ പ്രത്യേകത എന്നറിയോ? ലോകത്താദ്യമായി പടച്ചവന് സുജൂദ് ചെയ്യാൻ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പള്ളി മസ്ജിദുൽ ഹറാം. അതിനുശേഷം 40 വർഷം കഴിഞ്ഞ് രണ്ടാമത് നിർമ്മിക്കപ്പെട്ട അള്ളാന്റെ ഗേഹമാണ് ബൈത്തുൽ മുഖദ്ദസ്. രണ്ടാമത് ലോകത്ത് നിർമ്മിക്കപ്പെട്ട പടച്ചവന് സുജൂദ് ചെയ്യാനുള്ള പള്ളി, എന്നെയും നിന്റെയും ഹബീബ് 17 മാസം നെഞ്ചു തിരിച്ചിട്ട് കിബലയാക്കി നിസ്കരിച്ച പള്ളി. ഉമ്മാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെ കണ്ണീരണിഞ്ഞ് കിടന്നപ്പോ നമ്മുടെ ഹബീബിന് ഇസ്രാഉം മിഅ്റാജും കൊണ്ടുപോകാൻ അല്ലാഹു തെരഞ്ഞെടുത്ത പള്ളിയല്ലയോ ആ ബൈത്തുൽ മുഖദ്ദസ്? ആ ബൈത്തുൽ മുഖദ്ദസിന്റെ തൊട്ട് ചാരത്തുള്ള കുബ്ബത്ത് സഹറായിൽ ബുറാക്കിനെ കെട്ടിയിട്ടല്ലേ 7 ആകാശം കടന്ന് ഹബീബ് യാത്ര ചെയ്തത്. എന്റെ ഹബീബിന്റെ കാൽപ്പാടം നടന്ന ഖുദ്സ് ഇന്ന് ഇസ്രായേൽ പട്ടാളം ഇരച്ചു കയറിയ ബൈത്തുൽ മുഖദ്ദസിന്റെ മറുഭാഗത്തുള്ള ഈലിയാ കുന്നില് എന്റെ ഹബീബിന്റെ ബുറാക്കിനെ കെട്ടിയിട്ടുണ്ട്. എന്നെ ഹബീബ് കാല് ചവിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ മണ്ണ് ജൂദായിസത്തിന് വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന് പറയാൻ ആദർശപരമായി നമുക്ക് ബാധ്യതയുണ്ട് മുസ്ലിമേ. അത് വെറും ചരിത്രമല്ല, അത് വെറും കോറിയിട്ട